സ്നേഹം എന്തുകൊണ്ടാണെന്ന് പ്രപഞ്ചം ഒരിക്കലും വിശദീകരിക്കുന്നില്ല. മഞ്ജു വാര്യരുടെ അർത്ഥവത്തായ വരികൾ പോലെ മനോഹരമായ കാഴ്ചയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം മാനന്തവാടിയിൽ നടന്നത്. മൈജി ഷോപ്പിൻ്റെ പുതിയ ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിന് എത്തിയതാണ് മഞ്ജു. ലക്ഷക്കണക്കിന് ആളുകളാണ് മലയാളത്തിൻ്റെ സ്വന്തം മഞ്ജുവിനെ കാണാൻ വേണ്ടി എത്തിയത്. വേദിയിലെത്തിയ മഞ്ജു അവരുടെ സ്നേഹത്തിനും ക്ഷമയ്ക്കും നന്ദി പറഞ്ഞു. മഴയായിട്ടും തന്നെ കാണാൻ നിന്ന ആളുകളോട് തൻ്റെ ഹൃദയത്തിൽ തൊട്ട നന്ദിയാണ് മഞ്ജു അറിയിച്ചത്. പിന്നീട് ആരാധകർ, പ്രത്യേകിച്ച് മഴ നനഞ്ഞ് തന്നെ കാത്തുനിന്ന അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും അടുത്തേക്ക് മഞ്ജു ഒരു മടിയും കൂടാതെ എത്തുകയും ചെയ്തു. തങ്ങളുടെ ലേഡി സൂപ്പർ സ്റ്റാറിനെ കണ്ടതോടെ പൊന്നുമോളെ എന്ന വിളികളോടെയാണ് അമ്മമാരിൽ ചിലർ മഞ്ജുവിനെ എതിരേറ്റത്. ബൗൺസർമാർ തടഞ്ഞിട്ടും ആരാധികമാർ മഞ്ജുവിനെ വളഞ്ഞു. മുടിയിലും കവിളിലും തലോടി. മഞ്ജുവിന് സുരക്ഷാ ഭീഷണി പോലും ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ തൻ്റെ വളർച്ചയിൽ ഒപ്പം നിന്ന് അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ മഞ്ജു മറന്നില്ല. ലൂസിഫർ സിനിമയുടെ 3ാം ഭാഗത്തെക്കുറിച്ചും മഞ്ജു സംസാരിച്ചു. പ്രിയദർശിനി ഇനി എന്താണ്, എങ്ങനെയാണ് എന്നറിയാൻ നിങ്ങളെപ്പോലെ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ കൂടുതലൊന്നും തനിക്കറിയില്ല. ഇതുവരെ അതിനെക്കുറിച്ച് അപ്ഡേഷൻസ് വന്നിട്ടില്ല എന്ന് പറഞ്ഞ മഞ്ജു തൻ്റെ സിനിമകൾ മുഴുവൻ കാണുന്ന ആളല്ല താനെന്നും ചമ്മലാണ് അതിന് പിന്നിലെന്നും കൂട്ടിച്ചേർത്തു. മഞ്ജുവിൻ്റെ പുത്തൻ വീഡിയോ കണ്ടത് ലക്ഷക്കണക്കിന് ആളുകളാണ്. നിരവധി പ്രൊജക്റ്റുകളാണ് മഞ്ജുവിൻ്റെതായി ഒരുങ്ങുന്നത്. ഇൻഡോ ചൈന അതിർത്തിയിൽ നടക്കുന്ന ഒരു ത്രില്ലർ ഡ്രാമയായ ഡോക്ടർ ബിജുവിൻ്റെ ബിയോണ്ട് ദി ബോർഡർ ലൈൻസ് എന്ന ചിത്രത്തിലും മഞ്ജു എത്തുന്നുണ്ടെന്നാണ് സൂചന. കൂടാതെ ആർ മാധവനോടൊപ്പം അമേരിക്കി പണ്ഡിറ്റ് എന്ന ചിത്രത്തിലൂടെ മഞ്ജു ബോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കുന്നതായും റിപ്പോർട്ടുണ്ട്.